ഹലോ, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അത് നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. അതിന് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. അതിൽ 200 ഗ്രാം പനീറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ആ ഓയിൽ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തേക്ക്, ഇളം ബ്രൗൺ ആയതിനു ശേഷം ആ ഓയിൽ തന്നെ ഒരു പട്ട, 2 ഏലക്കായ, 4 കറാമ്പ്, പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ 2 ഉണക്കമുളക്. അത് നന്നായി വഴറ്റിയതിന് ശേഷം മണമെല്ലാം പോയതിന് ശേഷം ഒരു പൊട്ടുന്ന പോലെ ആവുമല്ലോ. അതിന് ശേഷം 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് അതും ഇട്ടിട്ട് നന്നായി ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റണം. ഒരു ഇളം ബ്രൗൺ ആകുന്നവരെ നല്ല മണമെല്ലാം പോയിട്ട് 1 ടീസ്പൂണ് ഉപ്പ് പൊടി ചേർത്തിട്ടിട്ട്, പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി ചെറുതായി നുറുക്കിയതും, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗാർലിക് അതും ചെറുതായി നുറുക്കിയത് അതും ഇതിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം 2 പച്ചമുളക്. നിങ്ങൾക്ക് ആ എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ, കാരണം മുളക് പൊടിയും ചേർക്കുന്നതാണ്, അതുകൊണ്ട് ആവശ്യമില്ല ഉപേക്ഷിക്കാം. പിന്നെ ഒരു തക്കാളി, വലിയ തക്കാളി, അതാണ് ഞാൻ ഇട്ടത്. അതിട്ട് നന്നായി വഴറ്റണം. പിന്നെ 1/2 ക്യാപ്സിക്കോ. ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റാൻ നമുക്ക് പൊടികളൊന്ന് വറുക്കാനുണ്ട്. ഞാൻ 2 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതും ഇട്ട് നന്നായി ഒരു പച്ചമണമെല്ലാം മാറി നന്നായി ഇളക്കണം. ഇനി ഇതിൽ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല, അതും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ മുളകിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് നന്നായി പോകണം. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി അതിനെ ഒന്ന് മൂടി തിളക്കാൻ വെക്കണം. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിൽ പനീർ ചേർക്കാം. ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൽ കസൂരി മെത്തി ചേർക്കാനുണ്ട്. കൊറിയൻഡർ മല്ലിച്ചപ്പും ചേർത്ത്, കസൂരി മെത്തി നല്ലോണം കൈകൊണ്ട് നുറുക്കിയിട്ടിടണം. മല്ലിച്ചപ്പും ചേർത്ത് അതിന് ശേഷം 1/4 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂണ് ബട്ടർ, അതുകൊണ്ട് നന്നായി യോജിപ്പിച്ച് ഇത് മൂടാണ്ട് വറ്റിച്ചെടുക്കണം. പിന്നെ ആദ്യം മൂടിയതിന് ശേഷം തിളച്ചതിന് ശേഷം നമ്മൾ മൂടാണ്ട് തന്നെ, പനീറാണല്ലോ, അപ്പോൾ നുറുങ്ങിപ്പോകാതെ നോക്കണം. നുറുങ്ങിയില്ല, ഒന്ന് ഫ്രൈ ചെയ്താൽ നല്ലത് തന്നെ. വറ്റിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളൊന്ന് എല്ലാ തരം ഭക്ഷണത്തിൻ്റെയൊക്കെയോ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി.